ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കല്യാണം കൂടാൻ പോയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയത്. അമ്മ അവിടെ ചെന്നപ്പോൾ തന്നെ ആളോട് കൂട്ടുകാരനോട് സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പതുക്കനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. മേൽക്കുട്ടിന് ഉറങ്ങായിരുന്നു. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ട്, ഉറങ്ങി എണീറ്റൻ്റെ ക്ഷീണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവരോട് ഫ്രണ്ടിലോട്ട് നടന്നോളാൻ പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാം സെറ്റായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ചെക്കനും പെണ്ണും എത്തുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പോകണം, അതുകൊണ്ട് കാര്യം കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ അടുത്തേക്കാണ് പോകണം. അവിടെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അത് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, എന്താണ് കണ്ടു നോക്ക്. നിങ്ങളൊന്ന് നോക്കി എന്ത് രസത്തിനാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് കുടിച്ചും കൂടി നോക്കാം. എനിക്കെന്തായാലും ഈ സെറ്റിങ്സൊക്കെ ഇഷ്ടമായി. ഇനി കുടിച്ചും കൂടി നോക്കാം. മേവിക്കുട്ടിന് മാംഗോ ജ്യൂസ് ഭയങ്കര ഇഷ്ടം, കാരണം അമ്മ മാംഗോ ജ്യൂസായിട്ട് എടുത്തത്. അവൻ കുടിക്കുകയൊക്കെ ചെയ്തെന്നാലും ഉറക്കത്തിൻ്റെ ചടവ് മാറാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇതൊക്കെ നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തണ്ണിമത്തൻ ജ്യൂസാണ് എടുത്തത്. എനിക്ക് തണ്ണിമത്തൻ ഇഷ്ടമാണ്, ഞാൻ അതെടുത്ത്. പിന്നെ കുടിച്ച് ഞങ്ങൾ പതുക്കനെ ഉള്ളിലോട്ട് കയറാൻ വന്നപ്പോൾ അമ്മേരെ വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ആ ഫ്രണ്ട്സിനോട് സംസാരിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങളിതേ പതുക്കനെ അവിടെ നിന്ന് അവർ പറഞ്ഞു ഇന്ന വഴി കൂടെ പോകണം. അപ്പോൾ ഞങ്ങൾ ആ വഴി കൂടെ നേരെ ചെന്നപ്പോൾ ഇതുപോലൊരു നല്ല ഭംഗിയുള്ളൊരു ഫിഷ് ടാങ്ക് കണ്ടു. അങ്ങനെ തന്നെ പറയാമല്ലേ. അത് നല്ല അത്യാവശ്യം സ്പേസിൽ അത് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി. മേൽക്കൂട്ടം കുറേ നേരം നോക്കി നിൽക്കുന്നു കേട്ടോ. അവനിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവൻ ഓരോ മീനുകൾ വരുന്നത് നോക്കി നന്നായിട്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവർ കുറേ അറേഞ്ച്മെൻറ്റ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മീനുകൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കാനും അങ്ങനെയൊക്കെ. മേൽക്കുട്ടിനെല്ലാം ഒരു അത്ഭുതം പോലെയാണ് നോക്കുന്നത്. കാരണം അവൻ ജനിച്ചിട്ട് അധികം ഞങ്ങളിങ്ങനെ യാത്രകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ അവന് അത്ഭുതമാണ്. മുകളിലുള്ള ലൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ പകർത്തി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കനെ പോന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. മുകളിലേക്ക് ഞങ്ങൾ പോണേക്കാൾ മുന്നേ, കാരണം ആ കോളേജിൻ്റെ പുറം സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുറ്റമൊക്കെ. അപ്പോൾ ഞങ്ങൾ മേവിക്കുട്ടിനെയും കൊണ്ട് അങ്ങോട്ടൊക്കെ പോയി അവനതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് പതുക്കനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അമ്മയും മേവിക്കുട്ടിനും നേരെ അവിടെ കുറച്ച് പൂക്കളൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മേവിക്ക്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി എനിക്ക് തോന്നിയത് നേരിട്ടാ. വീഡിയോയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് വീഡിയോ ഇങ്ങനെ കാണാം. നേരിട്ട് ചെല്ലുമ്പോൾ ഈ കോളേജിൻ്റെ ആ ചുറ്റുപാടൊക്കെ അവർ നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗവൺമെൻറ് കോളേജല്ല, പ്രൈവറ്റ് കോളേജാണ്. അപ്പോൾ ഗവൺമെൻറ്റും പ്രൈവറ്റും അങ്ങനെ വ്യത്യാസമായി പറയണതല്ല കേട്ടോ. ഇത് പ്രൈവറ്റ് കോളേജാന്ന് പറഞ്ഞത് ഞാൻ. കാരണം എന്താ പറഞ്ഞേ, ഇവർക്ക് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു ഹോളും കൂടി ഇവർ ഏർപ്പെടുത്തിയിട്ടാണ് ഈ കോളേജ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം നടക്കുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് നടന്ന് അവിടെ ചെറിയൊരു ബാസ്ക്കറ്റ് ബോൾ കോർട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ മാക്സിമം അവിടുത്തെ പരിസരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വാവയ്ക്ക് ഇഷ്ടമാവുമല്ലോ. അവനിങ്ങനെ കണ്ടിട്ടുള്ളതൊക്കെ കുറവാണ്. അപ്പോൾ ഒരേന്നിങ്ങനെ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കാരണം അവർക്കിത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഉണ്ണികളൊക്കെ ആദ്യമായിട്ട് കാണണമല്ലേ. അപ്പോൾ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ. അപ്പോൾ അവനെ ഇതൊക്കെ കാണിച്ച് ഒന്ന് സന്തോഷമാക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുനടക്കുകയാണ്. പിന്നെ വേറൊരു ആ ഏരിയയിൽ തന്നെ വേറെ നീങ്ങിയിട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ വേറൊരു നടവഴി പോലെ ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് നല്ല ആംബിയൻസൊക്കെ നല്ല ആംബിയൻസാട്ടോ അവിടെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ വഴി കൂടെ ഞങ്ങൾ പതുക്കനെ നടന്ന് ഇങ്ങനെ പോവുകയാണേ. മേവിക്കുട്ടനെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുകയാണ്, എന്താ ഇത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവനത്
കാണുമ്പോഴുള്ള കൗതുകവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷം. കാരണം അവരാദ്യമായിട്ട് കാണല്ലേ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ. അപ്പോൾ അവരെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടും. കാരണം അവരാദ്യമായി കാണുന്നതിൻ്റെ ആ ഒരു അത്ഭുതവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണല്ലേ. അപ്പോൾ എല്ലാ അമ്മമാരും അച്ഛന്മാരൊക്കെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാവും കേട്ടോ, ഞാൻ മാത്രമല്ല. പിന്നെ ഇവിടെ അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ അങ്ങോട്ട് പോവാന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അധികം അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. പെട്ടെന്ന് അങ്ങാനും സ്ലിപ്പായാലോ. അവിടെ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കെടുക്കണ്ടേ. അപ്പം ഞങ്ങൾ അടുത്തേക്ക് പോയില്ല, അവൻ അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ പതുക്കനെ അറ്റത്തേക്കൊക്കെ പോയി അവൻ അതൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വേറെ വഴി കൂടെ നേരെ ഫുഡിൻ്റെ ഏരിയ അവിടെ പുറത്ത് ഇപ്പോൾ കാണില്ലേ, ആ ഒരു ഷെഡ് പോലെ ആ ഒരു ഏരിയ ഷീറ്റൊക്കെ വലിച്ചിട്ട് അത് ഉള്ളിലാണ് ഫുഡ്. കാരണം ഫുഡിനുള്ള സ്പേസ് ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലില്ല, അതായത് കോളേജിൻ്റെ ഉള്ളിലത്തെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലില്ല. അപ്പോൾ പുറത്താണ് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നി പുറത്ത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്നാലും ടെൻ്റ് അടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോകാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് ബോഡി ഗാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹൈറ്റുള്ളൊരു ചേട്ടനായിരുന്നു. ഞങ്ങൾ അപ്പോൾ ചുമ്മാ ഒരു സന്തോഷം. ഞാൻ അങ്ങനെ ലിഫ്റ്റിൽ കയറി. അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ആരും വന്നിട്ടില്ല. നോക്കിയേ, ഞങ്ങൾ എന്തായാലും മേൽക്കുട്ടിനായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. കണ്ടോ, ആരുമില്ല, ഞങ്ങൾ മാത്രം. ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ ഏരിയയ്ക്ക് അങ്ങോട്ട് കിടക്കാമെന്ന് വെച്ചാൽ ഇത് ഐസ്ക്രീമിൻ്റെ സ്പേസാണ്. അമ്മേരെ ഫ്രണ്ട്സ്, പിന്നെ അമ്മേരെ ഫ്രണ്ട്സ്, കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ. ഞാൻ കുറച്ച് പേരൊക്കെ ആയിട്ട് വീഡിയോ എടുത്തുള്ളൂ, എല്ലാവരും എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ അവിടേക്ക് പോന്നു. അമ്മയും മേവിയും ഫുഡ് അമ്മ ഫസ്റ്റ് കഴിക്കാൻ നിന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, മാവിക്ക് അത് കഴിഞ്ഞിട്ട് സാമ്പാറും കൂട്ടിയിട്ട് സാമ്പാറും ചോറും ഞങ്ങൾ കൊടുത്തത്. അതൊന്നും ഇതിലെടുക്കാൻ പറ്റില്ല, നേരം ഉണ്ടായില്ല, വെറുതെ ആയിപ്പോയി. അപ്പോൾ അമ്മ ഫുഡ് എടുക്കുകയാണ്. ഇനി അമ്മേരെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. ഞാൻ മേവിനെ എടുത്തിരിക്കും അത്ര നേരം. അങ്ങനെയൊക്കെയാ കുഞ്ഞുവാവയ്ക്കുള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം എനിക്ക് പകർത്താൻ പറ്റില്ല. അവിടെ പൊറോട്ട ഉണ്ട് കേട്ടോ, ഫ്രഷായിട്ട് പൊറോട്ട അടിച്ചു തരുമവർ. അപ്പോൾ അങ്ങനെ പിന്നെ ആ ഒരു ഏരിയയിൽ ഈ ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ, ഉപ്പിലിട്ട മാങ്ങ, അങ്ങനെ ഫുഡൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയ മൂടി വെക്കണമായിരുന്നു, ഓപ്പൺ ആയിരിക്കണതിൻ്റെ ആ ഒരു ഇത് തോന്നി. പിന്നെ ഞങ്ങളിത് അമ്മ ഫുഡ് കഴിക്കാനെടുത്തു, ഫുഡ് കഴിച്ചു, ഞാൻ കുറച്ച് സ്വീറ്റ്സ് എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. കാരണം അമ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അമ്മേരെ ഫ്രണ്ടിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ പതുക്കനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇഷ്ടമായി, നല്ല കല്യാണമായിരുന്നു കേട്ടോ.